5 നേരം ദ്വാരക്കുണ്ട് ജയിക്കാൻ 5 നേരം ദ്വാരക്കുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ വെള്ളയിൽ 66-ാം വാർഡിൽ നിന്നും ഇത്തവണയും കോണിയിലേറി കൗൺസിലെത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സൗഫിയ അനീഷ്. 9,000-ലധികം വോട്ടർമാരുള്ള വാർഡ് ഇത്തവണ ജനറൽ സീറ്റായിട്ട് പോലും സൗഫിയ അനീഷിനെ UDF സ്ഥാനാർത്ഥിയാക്കിയത് കഴിഞ്ഞ തവണ വാർഡിൽ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളാണെന്ന് സൗഫിയ അനീഷ് പറയുന്നു. വാർഡിൽ നടത്തിയ സേവനങ്ങളും വികസന പ്രവർത്തനങ്ങളും നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ വിജയിക്കും. എന്ത് വാഗ്ദാനം കൊടുക്കാം എന്നൊരു കൗൺസിലർ എന്ന നിലയിൽ ജനങ്ങൾ എപ്പോഴും വിളിച്ചാലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ കൊറോണ നമ്മളെ വാർഡിലാണ് കൊറോണ കൂടുതൽ എഫക്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഫ്ലഡും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂട്ടമായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ വാർഡിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി നേരിട്ടത്. ഇനിയും മുന്നോട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വരുന്ന 5 വർഷവും ജനങ്ങളുടെ ഒപ്പം കൂടെയുണ്ടാവും. ആവിയിൽ പാലത്തിൻ്റെയും വെള്ളയിൽ വൈദ്യുതി ഭവൻ്റെയും ഇടയിലുള്ള പ്രദേശത്തെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് സൗഫിയ വ്യക്തമാക്കി. വെള്ളയിൽ ഹാർബർ, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ ബോർഡ്, വൈദ്യുതി ഭവൻ, സിവിൽ സപ്ലൈസ് ഗോഡൌൺ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വാർഡ്. വാർഡുകളിലേക്ക് വിവിധ പ്രവർത്തനങ്ങൾക്ക് തുക നീക്കിവെക്കുന്നതിൽ കഴിഞ്ഞ ഇടത് കൗൺസിൽ വെള്ളയിൽ വാർഡിനോട് തികഞ്ഞ അനീതിയാണ് കാണിച്ചതെന്ന് സൗഫിയ മറച്ചുവെക്കുന്നില്ല. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തോട്. നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നതാണ് മഴക്കാലത്ത്. ഈ ഏരിയയിലെല്ലാം 100-200 വീടുകളിലോളം വെള്ളം കയറും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് വരെ യാതൊരു ഫണ്ടും നമ്മൾ ഈ ആവിക്കൽ തോടിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ നൽകിയിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പിറകോട്ടാണ്. കിയോണിക് എന്ന കമ്പനിക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കരാർ കൊടുത്തിട്ടും ഇന്നും യാതൊരു മെയിൻ്റെനൻസും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ല. പിന്നെ കൂടുതലും അവരുടെ കൗൺസിലേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും UDFൻ്റെ കൗൺസിലേഴ്സിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കഴിഞ്ഞ തവണ 20 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ വൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതായി സ്ഥാനാർത്ഥി സൗഫിയും UDF നേതൃത്വവും പറയുന്നു. വീട് കയറിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. നാട്ടുകാരെ അറിയുന്ന എന്നെ ഇവർ വിജയിപ്പിക്കുമെന്ന ശുഭാപ്തി പ്രതീക്ഷയിലാണ് സൗഫിയ അനീഷ്. ഈ ന്യൂസ് കോഴിക്കോട്.